ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി, ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ പേരിലാണ് ഈ ബ്രെഡ് ക്രംസ് കൂടെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയാണ്, അതുകൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു സ്മാഷർ വെച്ചിട്ട് ഒന്നുകിൽ സ്മാഷ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാം. ഞാനിതിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇത്രയുമാണ് നമ്മൾ നേരത്തെ എടുത്ത ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരല്പം തിക്കായിട്ട് വേണം നമ്മളിത് ഓരോന്നും റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിത് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിരുന്നാൽ മതിയാവും. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ലോയിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ബ്രൗൺ കളറിൽ വേണം നമുക്കിത് വരാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു പുതിന ചട്നിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതിയാവും. അപ്പോൾ പുതിന ചട്നിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരാതൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മുടെ ഈ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. വളരെ കുറച്ച് ചേരുവകളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്കിത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊട്ടറ്റോ സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കറുമുറ സ്നാക്സാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.